ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഏറ്റവും മോസ്റ്റ് അവൈറ്റഡ് എന്ന് പറയില്ല, അതേപോലെ എല്ലാവരും ഇപ്പോൾ എനിക്ക് ഇതാണ് സ്പാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നീറ്റ് 2025 ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഒരു കംപ്ലീറ്റ് ഒരു ഇയറിലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ എങ്ങനെ പറഞ്ഞൊരു എന്ന് സിലബസ് തീർക്കണം, എത്ര കഴിഞ്ഞ് എപ്പോൾ റിവിഷൻ തുടങ്ങണം, എത്ര മോക്ക് ടെസ്റ്റ് ചെയ്തണം എന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഓവറോൾ ഒരു പ്ലാൻ പോലെ പറഞ്ഞുതരും. പിന്നെ ഞാൻ ഓരോ സബ്ജക്റ്റിനും ഓരോ ഇൻഡിവിജ്വൽ സബ്ജക്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഓരോ മോക്ക് ടെസ്റ്റ് എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ ഓരോ സെപ്പറേറ്റ് വീഡിയോ. ഇത് ഞാൻ പറഞ്ഞാൽ ഒരു ഒരു പ്ലാൻ തരാണ്, ഒരു എങ്ങനെയാണ് നിങ്ങൾ ഈ ഇയർ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ ഇനി അങ്ങനെ ലാഗൊന്നും അടുപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നീറ്റ് 2025 കംപ്ലീറ്റ് സ്ട്രാറ്റജി, ഈ സ്ട്രാറ്റജി വെച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പോകണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു 700+ ഞാൻ ഗ്യാരണ്ടി തരാം. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് സ്ട്രക്ചറായിട്ട്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും കണ്ടന്റ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഞാൻ എങ്ങനെയാണോ പഠിച്ചത്, ഞാൻ കറക്റ്റിൻ്റെ നീറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ എങ്ങനെയാണോ ഞാൻ ഓരോ ഫേസും ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ബ്രദറിനെ പോലെ തന്നെ നിങ്ങൾ ഗൈഡ് ചെയ്യാണ്. സോ അതിങ്ങനെ വെറുതെ ഒരു കണ്ടന്റ് വേണ്ടി ചെയ്യണമെന്നല്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, നീറ്റ് ക്രാക്ക് ചെയ്യാൻ എന്തെങ്കിലും സ്പെഷ്യൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്പെഷ്യൽ മന്ത്രം ഉണ്ടോ? ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഇല്ല എന്നാണ്. NTA നടത്തിയ നീറ്റ് 2019 മുതലുള്ള നീറ്റ് എടുക്കണമെങ്കിൽ മനസ്സിലാവും. എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇവിടെ കളി എന്താ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്താണ് ഇത് വേണ്ടത് വെച്ചാൽ ഹാർഡ് വർക്ക്. നിങ്ങൾക്ക് കളക്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പ്ലാൻ ആൻഡ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ, ഈ പ്രിപ്പറേഷനുള്ള ഫേസിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് കൂളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2024 നീറ്റിൻ്റെ പേപ്പർ ഞാൻ നോക്കി, എന്ത് ഈസിയാണ്. നിങ്ങൾ എന്താ വെച്ചാൽ വെറുതെ ഓവറായിട്ട് വെറുതെ ടെൻഷനൊക്കെ ആയിട്ട് വെറുതെ പേപ്പറിൻ്റെ ടൈമിൽ, ഇപ്പോൾ ഞാൻ കുറേ ആൾക്കാരിനെ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഒക്കെ പഠിച്ചിരിക്കണം, അവർ റിപ്പീറ്റേഴ്സാണ്, സൂപ്പർ റിപ്പീറ്റേഴ്സ് വരുന്നുണ്ട്. അതായത് NCERT വായിച്ച് അവർക്ക് ഇനി NCERT കാണാത്തൊരു ലൈന് പോലും ഇല്ല, എന്നിട്ടും അവർ എക്സാം കൊളാക്കി വരുന്നു. കാരണം എന്താ? അതൊക്കെ ഞാൻ അനലൈസ് ചെയ്ത് മനസ്സിലായെന്ന് വെച്ചാൽ പേടിയാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ. അതായത് നിങ്ങൾ ചിലപ്പോൾ പലരും ഞാൻ കണ്ടുപോകുന്നത്, ഇപ്പോൾ കുറേ മീമൊക്കെ കണ്ടുപോകണം, ഒരു 1 to 2 വീക്സ് പഠിച്ചിട്ട് പറയുന്നത് ഞാൻ ഡോക്ടറാണ്. നിങ്ങൾ എന്താ വെച്ചാൽ പലരും എന്താ ചോദിച്ചാൽ ഒരു 1 to 2 വീക്സ് ഭയങ്കര ചത്തു പഠിക്കും കേട്ടോ, അല്ലെങ്കിൽ വേണ്ട ഒരു മാസം. ആദ്യത്തെ ഈ തുടങ്ങുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ആ തുടങ്ങുമ്പോഴുള്ള ഇമ്പൾസ്, അത് കാരണം എന്താവും ആദ്യത്തെ ഒരു മാസം ഭയങ്കര പഠിത്തം പഠിക്കും. എന്നിട്ട് അങ്ങനെ എന്താവും, ഞാൻ ഡോക്ടറായി ഫുള്ള് സ്റ്റാറ്റസ് ഇടലും സ്തെത്ത് വാങ്ങലും ഒക്കെ പോത്തിന് ഒരു 1-2 ആഴ്ച പഠിക്കുമ്പോൾ. അങ്ങനെ ഒരിക്കലും ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഇതൊരു മാരത്തോണാണ്. നമ്മൾ 5000 മീറ്റർ എന്നൊക്കെ പറയില്ല, അല്ലാതെ ഇതൊരിക്കലും ഒരു 50 or 100 മീറ്റർ സ്പ്രിന്റ് അല്ല. ഇപ്പോൾ പെട്ടെന്നാണ് തുടങ്ങി പെട്ടെന്നാണ് കുറേ പഠിച്ചിട്ട് പെട്ടെന്നാണ് അവസാനിക്കുക, ഇത് അതല്ല. ബോർഡ് എക്സാമിന് വേണമെങ്കിൽ അത് നടക്കും. ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു 2 months അല്ലെങ്കിൽ 1 month റാപ്പിഡ് റിവിഷൻ ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് അടിച്ചു തീർക്കാൻ പറ്റും. പക്ഷേ ഇത് എൻട്രൻസ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് പഠിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ, ഇതൊരു മാരത്തോണാണ്. അതായത് മെല്ലെ 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 പോയിട്ട് ഒരു ഒളിമ്പിക്സ് ഒക്കെ കണ്ടാൽ മാരത്തോൺ ഓടുന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഓരോ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഇതിന് പോകണം. അല്ലാതെ അത് ഒരിക്കലും ഒരു പെട്ടെന്ന് പഠിച്ചിട്ട് ഇതാക്കണ ഒരു ഫീൽഡല്ല. ഇനി പലരും ചോദിച്ചു, പോസിബിൾ ആണോ, ഇതിനെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് കോമ്പറ്റീഷനാണെന്ന് മറക്കുക, എല്ലാതും മറക്കുക. ഇത് നിങ്ങൾ ജസ്റ്റ് ചെയ്താൽ പോണ ഒരു എക്സാമാണെന്ന് കരുതുക. ഇതൊരു കോമ്പറ്റീഷനാണ്, വെറുതെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് എന്ന് എഴുതുക. എന്നിട്ട് ജസ്റ്റ് ആ നീറ്റിൻ്റെ പേപ്പർ ഒന്ന് എടുത്ത് നോക്കുക, അതിൻ്റെ ലെവല്. നമ്മളെന്താ പറയുക, വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ ആവണം. ഇത് ഭയങ്കര 25 ലക്ഷം അത്ര ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഓവറായിട്ട് പാനിക്കണം. NCERT ഫുള്ള് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പോൾ ആ പേപ്പറിൻ്റെ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കൊരു 3 റൗണ്ട് വെച്ച് പേപ്പർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്പീഡിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഫുള്ള് കൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ നീറ്റിന് 720 വാങ്ങാൻ വരെ വളരെ ഈസിയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള ഇപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടൊരു പ്ലാൻ പറയുന്നുണ്ട്, ഇത് ഫോളോ ചെയ്തിട്ട് വെറുതെ ആവശ്യമില്ലാതെ പേടിക്കാതെ മുന്നോട്ട് പോവുക. ഇനി നിങ്ങൾ ഈ സ്ട്രാറ്റജി ഒക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങളൊരു ഡ്രോപ്പർ ആണെങ്കിൽ, ഫസ്റ്റ് എനിക്ക് ഡ്രോപ്പേഴ്സിനോട്, അതായത് റിപ്പീറ്റ് ചെയ്യണവരോട് ഒരു കാര്യം പറയുന്നത്,
നിങ്ങൾ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യണവരാവാം, സൂപ്പർ റിപ്പീറ്റ് ചെയ്യണവരാവാം, റിപ്പീറ്റ് ചെയ്യണവരാവാം. നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അതായത് നീറ്റ് 2024 നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, ആ എഴുതിയപ്പോൾ എന്താണ് നിങ്ങളെ പ്രശ്നം? ചിലർക്ക് കൺസെപ്റ്റിൽ പ്രശ്നം ഉണ്ടാവുക, ചിലർക്ക് ഇപ്പോൾ തിയറി നോളജിൻ്റെ പ്രശ്നം ഉണ്ടാവുക, ചിലർക്ക് ഓരോ സബ്ജക്റ്റ് വീക്ക് ആവുക. ഞാൻ ഒരു റിപ്പീറ്റ് ചെയ്തതാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പറ്റിയ എന്താ, ഞാനും ഇതേപോലെ ചെയ്തു. നീറ്റ് 2020 എഴുതി. ഞാൻ എന്നിട്ട് നോക്കി എൻ്റെ സിലബസൊക്കെ അത്യാവശ്യമായിരുന്നു. എന്തായിരുന്നു എനിക്ക് പറ്റിയ പ്രശ്നം എന്നുള്ളത് ഞാൻ നോക്കി വെച്ചിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മോക്ക് ടെസ്റ്റ് അങ്ങനെ എഴുതിയിട്ടുണ്ടായില്ല. ഞാൻ ഭയങ്കര തിയറി പഠിക്കുന്ന ആളായിരുന്നു. പിന്നെ ബയോളജിക്ക് കുറച്ചൊരു ഇഗ്നോറൻസ് ഞാൻ കൊടുത്തു. ബയോളജിയാണ് നീറ്റിൻ്റെ 50%. പക്ഷെ ഞാൻ എന്താക്കി, ബയോളജി കുറച്ച് ഇഗ്നോർ ചെയ്യണ പോലെ ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്തിട്ട് അത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സ്റ്റിക്ക് ചെയ്യുക. അതായത് എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്സ് എന്നിട്ട് 1, 2, 3 എന്ന് വെച്ചിട്ട് നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ നിങ്ങളത് ഒട്ടിക്കുക. ഇനിയിപ്പോൾ കൂടുതൽ ഉറങ്ങണതാവും, ചിലപ്പോൾ ഒരു 10 മണിക്കൂർ ഉറങ്ങിയിട്ട് പഠിക്കുന്ന ടൈം ഫുള്ള് കളഞ്ഞ് അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ചിലവരെന്താ വെച്ചാൽ മര്യാദയ്ക്ക് തിയറി പഠിച്ചിട്ടുണ്ടാവില്ല, ചിലവർ പിന്നെ പോലെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലവർ അധികം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലവർ മാത്സ് സ്പീഡ്. അപ്പോൾ എന്താണ് നിങ്ങളെ തെറ്റെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ അതിന് ഫോക്കസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ റിപ്പീറ്ററാന്ന് വിചാരിച്ചു. കഴിഞ്ഞ റിപ്പീറ്റിൽ നിങ്ങൾ എന്ത് ചെയ്തു, കുറേ ഭയങ്കരമായിട്ട് ഇന്ന പോലെ തിയറി നല്ലോണം പഠിച്ചു. ബയോളജി ഞാൻ പറയാം ഒരു 15 വട്ടമൊക്കെ വായിച്ചാണ്. എന്നിട്ട് നിങ്ങൾ ഈ റിപ്പീറ്റഡ് ടൈമിൽ പിന്നെയും ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് പിന്നെയും ഇങ്ങനെ വായിക്കുക. പറയുമ്പോൾ നിങ്ങൾ ഫിസിക്സ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് വീക്കാവും. അത് ഫോക്കസ് ചെയ്താൽ ഇതിമ തന്നെ ഞാൻ വീഡിയോയിൽ പറയുമ്പോൾ കംഫർട്ട് സോൺ. നമുക്ക് കംഫർട്ട് എന്താ, ബയോളജി വായിക്കുക, ബയോളജി പിന്നെയും പഠിച്ച് ഇങ്ങനെ. അല്ലാതെ ഫിസിക്സ് സോൾവ് ചെയ്തെടുക്കുക കുറച്ചൊരു ഇതാണല്ലോ. അപ്പോൾ അധികം പോകാം, നമ്മൾ കംഫർട്ട് സോൺ കിടന്ന് ഇങ്ങനെ കളിക്കുക. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളെ തെറ്റെന്താണോ മനസ്സിലാക്കുക, അതവിടെ എഴുതുക. എന്നിട്ട് അതിൽ കൂടുതൽ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയാണ് നമുക്ക് ആവശ്യമുള്ള പ്ലാൻ. എങ്ങനെയാണ് കറക്റ്റ് ഇത് പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് പറഞ്ഞാൽ June 4 to May 4 നിങ്ങളുടെ അടുത്ത് എത്ര 11 months 11 മാസമുണ്ട്. അത് അപ്പോൾ നിങ്ങൾ എത്രയാണ് അതിലുള്ളത്? 43 ചാപ്റ്റേഴ്സ് +1 41 ചാപ്റ്റേഴ്സ് +2. ഇത്ര ചാപ്റ്റർ, അതായത് 84 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് 11 മാസമാണുള്ളത്. അത് മൈൻഡിൽ വെക്കുക. അപ്പോൾ ഈ പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ നോക്കുക എത്ര ഡ്യൂറേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇതൊന്ന് ക്രാക്ക് ചെയ്യാൻ വേണ്ടി. ഈ 11 മാസത്തെ നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ 8 മാസം ഇതൊക്കെ നിങ്ങളിപ്പോൾ കറക്റ്റായിട്ട് ആദ്യം മുതൽ തുടങ്ങിപ്പോയാലേ നടക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ പിന്നെ ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറയും 9 മാസം ഇങ്ങനെ പഠിക്കുക, 3 മാസം കഴിഞ്ഞിട്ട് 8 മാസം ഇങ്ങനെ പഠിക്കുക, അങ്ങനെയൊന്നും പഠിക്കണമെങ്കിൽ ഇത് പറ്റില്ല. ഇപ്പോൾ തുടങ്ങണവർക്ക് നിങ്ങൾക്ക് എയിംസ്, ഡൽഹി അങ്ങനത്തെ ഏതെങ്കിലും കോളേജ് കിട്ടണം, നല്ല കോളേജ് കിട്ടണം, ഇപ്പോൾ തന്നെ നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ 8 മാസം സിലബസ്, അതായത് ആ സിലബസിൽ തന്നിട്ടുള്ള കൺസെപ്റ്റ്സ്, ഇപ്പോൾ കൺസെപ്റ്റ്സിന് NCERT കൺസെപ്റ്റ്സിനാണ് NTA ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ്. ഭയങ്കരമല്ല, അതന്നെ ചോദിക്കണുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ 8 മാസം എന്ത് ചെയ്യണം വെച്ചാൽ, കറക്റ്റായിട്ട് സിലബസ് നിങ്ങളെ ഫുള്ള് ലെക്ചേഴ്സും എല്ലാതും, ഇപ്പോൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോച്ചിങ്ങത്തെ എല്ലാ ഇതും, പിന്നെ ആ മൊഡ്യൂളത്തെ ക്വസ്റ്റ്യൻസും പ്ലസ് അതിലെ തിയറി വീഡിയോസും ഒക്കെ നിങ്ങൾ കണ്ടിട്ട് തീർത്തിട്ടുണ്ടായിരിക്കണം. ഇതിൽ ഞാനൊരു കാര്യം നിങ്ങൾക്കൊരു അഡീഷണലായി പറഞ്ഞുതരാം. ആദ്യത്തെ 1-2 മാസം നിങ്ങളെ വീക്കായിട്ടുള്ള, ഇപ്പോൾ ബയോളജിയിൽ +1 ബയോ അല്ലെങ്കിൽ കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ വീക്കാണ്. അപ്പോൾ ആദ്യത്തെ 1-2 മാസം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ കറക്റ്റ് ആദ്യം ഇങ്ങനെ +1 തുടങ്ങി പിന്നെ ഇങ്ങനെ +2 തുടങ്ങി അങ്ങനെ പോകണമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ +1 പോയിക്കോ. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ ആദ്യത്തെ 1-2 മാസം നിങ്ങൾ വീക്ക് ചാപ്റ്റേഴ്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. മറ്റേന്ന് പഠിക്കണമെന്നല്ല, കൂടുതൽ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. എന്നിട്ട് ഈ 1-2 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ സാധാ പോലെ സ്ട്രക്ചേർഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടിയും നല്ല ഉഷാറായിട്ട് പോകാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് 3 months, ഇപ്പോൾ ഫസ്റ്റ് 8 months നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് 3 മാസം വരുമ്പോൾ അത് നിങ്ങൾ മോക്ക് ടെസ്റ്റിനും റിവിഷനും ആയിരിക്കണം. നിങ്ങൾ ആ ഫസ്റ്റ് 8 മാസം അടിപൊളിയായി പഠിച്ചാലേ ഈ ലാസ്റ്റ് 3 months നല്ല മോക്ക് ടെസ്റ്റും നല്ലോണം റിവൈസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇനി മോക്ക് ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് 8 മാസം മോക്ക് ടെസ്റ്റ് ചെയ്തായിരിക്കണം എന്നല്ല. അപ്പോൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ പാർട്ട് ടെസ്റ്റ്. ഇപ്പം നിങ്ങൾ ഒരു 4 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ ആ 4 ചാപ്റ്റേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റ് എഴുതുക. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ അനാലിസിസ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് വേസ്റ്റാണ്. 3 മണിക്കൂർ നിങ്ങൾ പേപ്പർ കൊടുത്തിട്ട് ഇത് പിന്നെ വെറുതെ അങ്ങോട്ട് വിട്ടു, ഇത് കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ പോയി ഉറങ്ങുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളത് പ്രോപ്പറായിട്ട് എൻ്റെ എത്ര തെറ്റി, എത്ര ഞാൻ വെറുതെ കറക്കി കുത്തി ശരിയായി,
പിന്നെ ഇനി എത്ര സ്കോർ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അങ്ങനെ മോക്ക് ടെസ്റ്റ് പെർഫെക്റ്റ് അനലൈസ് ചെയ്തില്ലെങ്കിൽ ആ 3 മണിക്കൂർ നിങ്ങൾ വേസ്റ്റ് ആക്കിയ പോലെയാണ്. പലരും ചോദിച്ചിരുന്നു ഇങ്ങനെ ഇത്ര മോക്ക് ടെസ്റ്റ് തരുന്ന ഏതെങ്കിലും ഓൺലൈൻ ഇതുണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്താ. അതിലൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കോച്ചിങ് സെന്ററിലാണ് ജോയിൻ ചെയ്യുക. കാരണം വെച്ചാൽ അവർ കറക്റ്റ് ഒരു സ്ട്രക്ചേർഡ് പ്ലാൻ ഉണ്ടാവും. അവരിങ്ങനെ പോകുന്നതനുസരിച്ച് പോയാൽ നമുക്ക് എന്താവും, നമ്മൾ പിന്നെ എക്സ്ട്രാ എഫേർട്ട് അതിൽ ഇടേണ്ടി വരില്ല. അപ്പം പിന്നെ മോക്ക് ടെസ്റ്റിനായിട്ട് കുറേ ഇതൊക്കെ ഉണ്ടാവും, ഓൺലൈൻ വെബ്സൈറ്റ്സും ഞാൻ എൻറോൾ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനത്തെ മോക്ക് ടെസ്റ്റ് വെബ്സൈറ്റ്സിലും നിങ്ങൾ പോയിട്ട് എൻറോൾ ചെയ്യുന്നതും വളരെ നല്ലതാവും. പിന്നെ റിവിഷൻ, അപ്പോൾ ആദ്യത്തെ 8 മാസങ്ങൾ റിവൈസ് ചെയ്തത് അങ്ങനെയല്ല. എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇന്നൊരു ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് എങ്ങനെ അറിയോ, ഞാൻ ഇന്ന് ബയോ ഒരു ചാപ്റ്റർ പഠിച്ചു എന്ന് വിചാരിച്ചോ. ബയോ വെച്ചാൽ ബയോക്കാണെങ്കിൽ കൂടുതൽ റിവിഷൻ ഒക്കെ വേണ്ടത്. അപ്പോൾ ബയോ നിങ്ങൾ ഇന്നൊരു ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് റിവിഷൻ എപ്പോഴാണ് വെച്ചാൽ അടുത്ത ദിവസം തന്നെ നിങ്ങൾ ഡെയിലി ഒരു 2 മണിക്കൂർ ബയോ പഠിക്കേണ്ടത് വെച്ചോ. ആ 2 മണിക്കൂറിൽ ആദ്യത്തെ 1/2 മണിക്കൂർ ഇന്നലെ പഠിച്ചതൊന്ന് ജസ്റ്റ് പെട്ടെന്ന് അങ്ങനെ ഇരുന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചു പോവുക. എന്നിട്ട് ആ ചാപ്റ്റർ ആ വീക്കെൻഡിലും നിങ്ങൾ ആ വീക്കിൽ പഠിച്ച ചാപ്റ്റേഴ്സ് ഒന്നും ഇങ്ങനെ പെട്ടെന്ന് മറിച്ച് പോവുക. പിന്നെ മന്ത് എൻഡിലും നിങ്ങൾക്ക് എത്ര റിവിഷൻ കിട്ടുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒബ്വിയസ് ആയിട്ട് ചെയ്യേണ്ടതാണ് മോക്ക് ടെസ്റ്റിന് മുന്നേ. ഇപ്പോൾ പാർട്ട് ടെസ്റ്റ് ഉണ്ട്, ഒരു 4 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ആ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ എക്സാമിൻ്റെ തലേ ദിവസം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇനി പറയട്ടെ, ഇതാണ് ഗെയിം ചേഞ്ചർ. നീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ നീറ്റിനെ അറ്റംപ്റ്റ് ചെയ്യുന്ന ടൈമിൽ എത്ര പെട്ടെന്ന് നിങ്ങളെ തലേക്ക് പോയിന്റ് സ്ട്രൈക്ക് ആകുന്നുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് NCERT ഈ പേജിൽ ഈ സൈഡിൽ അല്ലെങ്കിൽ ഈ ഡയഗ്രത്തിൽ നിന്നാണ് ഈ ടേബിളിൽ നിന്നാണ് എന്ന് കത്തണമെങ്കിൽ വീണ്ടും 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 റിവൈസ് ചെയ്യുക. ഇതിൽ ഞാൻ പറയട്ടെ, ഗെയിം ഓഫ് റിവിഷൻ. ഞാൻ പറഞ്ഞ പോലെ ഗെയിം ഓഫ് റിട്ടൻഷൻ. റിവിഷൻ ചെയ്താലേ കൂടുതൽ റിട്ടൻഷൻ ഉണ്ടാവുക. ബയോ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എനിക്കൊക്കെ വെച്ചാൽ അപ്പം തന്നെ ഇത് കത്തി ഈ ലൈൻ ഇങ്ങനെ ഫുള്ള് കാണപ്പെടുന്നു. അപ്പോൾ തന്നെ നമുക്ക് എന്താവും, ക്വസ്റ്റ്യൻ കാണാനും ഉത്തരം കിട്ടില്ല. അപ്പോൾ ഭയങ്കര സ്പീഡ് ഈ ടൈമിൽ ആവശ്യം നമുക്ക് പിന്നെ ഫിസിക്സിലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓർഗാനിക്കും പിന്നെ ബയോളജി ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന തെറപ്പി ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഡേ, വീക്കെൻഡിൽ, മന്ത് എൻഡിൽ, പിന്നെ ഒരു മോക്ക് ടെസ്റ്റിന് പോകുമ്പോൾ ഇങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ പറയട്ടെ ഭയങ്കര, പിന്നെ ലാസ്റ്റ് 3 മാസം ഇങ്ങനെ റിവൈസ് ചെയ്ത് അപ്പോൾ പിന്നെ എന്താ പറയുക, നിങ്ങളൊരു അൺസ്റ്റോപ്പബിൾ എന്ന് പറയില്ല, അതേപോലെ ആവും. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നതാണ് സബ്ജക്റ്റ് വൈസ്. ഓരോ സബ്ജക്റ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്റർ ആണെങ്കിലും ഓൺലൈൻ കോച്ചിങ് സെൻറ്റർ ആണെങ്കിലും അവിടെ കുറച്ച് ലെക്ചേഴ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള സെൽഫ് സ്റ്റഡി ഉണ്ടാവും. ആ സെൽഫ് സ്റ്റഡി നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഹോസ്റ്റലിൽ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂറിൻ്റെ ഒരു സ്ലോട്ടും 1.5 മണിക്കൂറിൻ്റെ 2 സ്ലോട്ടും ഇത്ര മതി. അപ്പോൾ നിങ്ങൾ പറയാം ഇതെന്ത് കുറവാണ്. ഇത് കുറവൊന്നുമില്ല, ഇത് നിങ്ങൾ ലോങ് ടേം, കാരണം ഇത് പറഞ്ഞ ഒരു ലോങ് ടേം ജേണിയാണ്. നിങ്ങൾ ആദ്യത്തെ ഒരു മാസം തന്നെ ഫുൾ ഡേ നിങ്ങൾ ഒരു 16-17 മണിക്കൂർ ഇങ്ങനെ പഠിച്ചാൽ പിന്നെ നിങ്ങൾ കുഴങ്ങി പോകും. ഞാൻ ഇത് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇത് പോകണം, ഇത് മാരത്തോണാണ്, മെല്ലെ. അപ്പോൾ എന്ത് ചോദിച്ചാൽ 2 മണിക്കൂർ ഞാൻ വീക്കസ്റ്റ് സബ്ജക്റ്റ്, ഇപ്പം എൻ്റെ കേസിൽ ബയോ ആയിരുന്നു. അപ്പോൾ ഞാൻ ഡെയിലി 2 മണിക്കൂർ ബയോ കൊടുത്തിരുന്നു. പിന്നെ 1.5 മണിക്കൂർ ഫിസിക്സിനും 1.5 മണിക്കൂർ കെമിസ്ട്രിക്കും. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ വീക്കസ്റ്റ് സബ്ജക്റ്റിന് 2 മണിക്കൂർ കൊടുക്കുക, പിന്നെ 1.5. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞു വിചാരിച്ചാൽ നിങ്ങൾ 2 മണിക്കൂർ തന്നെ കറക്റ്റ് ടൈമർ വെച്ചാൽ 2 മണിക്കൂർ കഴിഞ്ഞു ഇനി നിർത്തി, അങ്ങനല്ല. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഇത് എൻ്റെ കേസാണ്, കൂടുതൽ പഠിക്കണമെങ്കിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ ഇത് വലിയ ഇതൊന്നുമില്ല. ബാക്കിയുള്ള ടൈം നിങ്ങൾ ലെക്ചേഴ്സിന് കൊടുക്കുക. ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ പറഞ്ഞുതരാം. ബയോ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ലെക്ചർ വെക്കുക. എല്ലാത്തിലും, ഇപ്പോൾ ബയോ മാത്രമല്ല എല്ലാത്തിലും നിങ്ങൾ ലെക്ചർ ഞാൻ പറഞ്ഞല്ലോ, ലെക്ചേഴ്സ് എന്നാണ് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാവുക. വെറും NCERT വായിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ലെക്ചർ നല്ല വൃത്തിക്ക്, ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 60 to 70% ഇമ്പോർട്ടൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലെക്ചർ നല്ല അടിപൊളിയായി കേൾക്കുക. എന്നിട്ട് ബയോയില് NCERTക്ക് വരിക, NCERT വായിക്കുക. എന്നിട്ട് PYQ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ബയോ ഏതെങ്കിലും മൊഡ്യൂൾ എടുത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് ചെയ്തു വിചാരിച്ച പ്രശ്നമൊന്നുമില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്താ വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ബയോ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കിട്ടുന്ന ടൈമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമും ഞാൻ തന്നെ ബയോ വായിച്ച് ഞാൻ തന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഞാൻ എത്ര ടൈം എനിക്ക് NCERTയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അത്ര ഞാൻ NCERTയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഫിസിക്സും ഞാൻ പറഞ്ഞ പോലെ എല്ലാ സബ്ജക്ട്സും ഫസ്റ്റ് ലെക്ചർ, പിന്നെ നോട്ട്സ് ഉണ്ടാക്കുക. റിട്ടൻഷൻ കൂടാൽ കൈകൊണ്ട് തന്നെ എഴുതണം. ആ ഇക്വേഷൻ ഒക്കെ എഴുതുമ്പോൾ നമുക്ക് തലയിൽ ഭയങ്കരമായിട്ട് റിട്ടൻഷൻ കൂടാം. നിങ്ങൾ നോട്ട്സ് എഴുതുക. കാരണം
ഞാൻ പറഞ്ഞല്ലോ 11 മാസം ഉണ്ട്, ടൈം ഉണ്ട്. സോ നോട്ട്സ് ചെയ്താൽ എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ബയോ പോലെയല്ല, നിങ്ങൾ മൊഡ്യൂളിൽ നിന്ന് മതി. ഇപ്പോൾ നിങ്ങളെ മൊഡ്യൂള് ഒരു 200 ക്വസ്റ്റ്യൻസ്, 200 to 250 അത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ മൊഡ്യൂൾ മതി. ഞാൻ മൊഡ്യൂൾ മാത്രം ഇപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ആ ബുക്ക് ഈ ബുക്ക്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പിന്നെ DC ബാൻഡ് ഞാൻ ചില ചാപ്റ്റേഴ്സിന് മാത്രം, പക്ഷേ DC ബാൻഡ് ഞാൻ പറഞ്ഞുതരാം നീറ്റിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ വേസ്റ്റാണ്. നിങ്ങൾ എന്ത് വെച്ചാൽ മൊഡ്യൂൾ ചെയ്യുക പ്ലസ് നീറ്റിൻ്റെയും JEE മെയിൻസ് ഞാൻ അഡ്വൈസ് ചെയ്യുക 2019 മുതൽ NTA നടത്തിയ JEE മെയിൻസിൻ്റെയും. അത് പറഞ്ഞാൽ ഭയങ്കര കൺസെപ്റ്റ് ആവശ്യമില്ല, ബട്ട് NCERT കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കെമിസ്ട്രി വരികയാണെങ്കിൽ ഇൻഓർഗാനിക് ബയോ പോലെ തന്നെ, ഫിസിക്കൽ കെമിസ്ട്രി ഫിസിക്സ് പോലെ തന്നെ. ഓർഗാനിക് കെമിസ്ട്രിയിൽ എന്ത് ചെയ്യുക, ഫിസിക്സിനെ പോലെ തന്നെ പഠിക്കുക, ഓർഗാനിക് കെമിസ്ട്രിയും ഫിസിക്കൽ കെമിസ്ട്രി പ്ലസ് നിങ്ങൾ NCERT. കെമിസ്ട്രിക്ക് 3 സബ്ജക്റ്റ് NCERT ഇമ്പോർട്ടൻറ്റ്. ഇനി അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഫിസിക്സിന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പഠിക്കുക. ബട്ട് തിയറിറ്റിക്കൽ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, മോഡേൺ ഫിസിക്സ് അങ്ങനത്തെ തിയറിറ്റിക്കൽ ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, NCERT വായിക്കുക. ബാക്കിയുള്ള ഇപ്പോൾ കൈനമെറ്റിക്സ് അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷൻ ഇതൊന്നും NCERT വായിക്കേണ്ട ഒരു ആവശ്യം ഞാൻ കാണുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ലെക്ചർ കേട്ടിട്ട് കറക്റ്റ് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി. ബട്ട് തിയറിറ്റിക്കൽ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എന്തായാലും NCERT പഠിക്കുക. പിന്നെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ കെമിസ്ട്രിക്ക് ഫോർമുല ഷീറ്റ് മസ്റ്റാണ്. ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ആണ്. അപ്പോൾ ഫോർമുല എത്ര നിങ്ങളെ തലയിൽ റിട്ടൻഷൻ ഉണ്ട്, ഇപ്പോൾ അതായത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇത് ഈ ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ 2 പാരലൽ കണ്ടക്ടർ അതിൻ്റെ ഇടയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ എത്ര പെട്ടെന്ന് കത്തണം അത്ര നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർമുല ഷീറ്റ് ഉണ്ടാക്കുക, ആ ഫോർമുലാസ് പെട്ടെന്ന് നല്ലോണം അങ്ങനെ റിവൈസ് ചെയ്യുക. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിക്ക് പറഞ്ഞാൽ ഒരു പേജോ അല്ലെങ്കിൽ ഒരു നോട്ടിലോ എന്ത് ചെയ്യുക, നെയ്മഡ് റിയാക്ഷൻ, ഇത് ഞാൻ ചെയ്യുന്നത് നെയ്മഡ് റിയാക്ഷൻസ് ഉണ്ടാവില്ല, എല്ലാ നെയ്മഡ് റിയാക്ഷൻസും ഞാൻ എന്താക്കിയിരുന്നു ഒരു പേജിൽ എഴുതിയിരുന്നു. ഇനി ലാസ്റ്റായിട്ട് പല ആസ്പിരൻസും പറയണതാണ് ഡിസ്ട്രാക്ഷൻസ്, ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആവാണ്, ആ പ്രശ്നമാണ് ഈ പ്രശ്നം. അപ്പോൾ ഞാൻ അവരോടൊക്കെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ചോദിച്ചു. പലരും പറഞ്ഞെന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ സോഷ്യൽ മീഡിയ, പിന്നെ ഭയങ്കര യൂട്യൂബിൽ ഓരോ കണ്ടന്റ്, M4Tech അങ്ങനത്തെ കുറേ കണ്ടന്റ്സും കണ്ടിരിക്കുക. അല്ലെങ്കിൽ ചിലർ പറയുന്നത് PUBG അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ഗെയിം ആയിട്ട് ആ ഗെയിംസിൽ അഡിക്റ്റഡ് ആണ്. പിന്നെ ചിലവർ പറയുന്നത് റിലേഷൻഷിപ്പ് ഭയങ്കര ടോക്സിക് റിലേഷൻഷിപ്പിലുണ്ട്. അപ്പോൾ അങ്ങനെയും കുറേ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ടൈം പോകുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗെയിം ഓഫ് റിട്ടൻഷൻ പറഞ്ഞ പോലെ ഗെയിം ഓഫ് ഇന്റേണൽ മോട്ടിവേഷൻ. ഈ ഇന്റേണൽ മോട്ടിവേഷനിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പലരും പറഞ്ഞ ഓരോ ഹോബീസ്, എനിക്ക് അതില്ലാതെ പറ്റൂല അങ്ങനെ കുറേ. ഇപ്പോൾ ചിലർ പറഞ്ഞാൽ ജിമ്മ്, അപ്പോൾ അവർ 2 മണിക്കൂർ ജിമ്മ് പോകുക, എന്നിട്ട് ഒരു മണിക്കൂർ അതിൻ്റെ ഒരു ഹാങ് ഓവർ, അങ്ങനെ കുറേ ടൈം പോകുന്നുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ആകെ ഒരു ഇയറാണ്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ വെറും 11 മാസം. ഈ 11 മാസം നിങ്ങൾ ഇതൊക്കെ ഒഴിവാക്കി വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് നീറ്റ് ലൈഫ്, ഇപ്പോൾ എയിംസ് ഡൽഹി പോലത്തെ ഒരു കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഓപ്പർച്യൂണിറ്റീസാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ, നിങ്ങൾക്ക് എക്സ്പ്ലോറിങ്ങിൻ്റെ അറ്റം എത്ര എക്സ്ട്രീമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം, അത്ര നിങ്ങൾക്ക് ഹോബീസ് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നീറ്റ് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പം ഇങ്ങനെ ഉഴപ്പിയിട്ട് ഏതെങ്കിലും ഒരു സാധാ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും കോളേജിലൊക്കെ പോയി ചേർന്നിട്ട് അവിടെ ഇതേപോലെ ഇങ്ങനെ ഇതായിട്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കണോ, അതോ ഒരു 11 മാസം ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് പിന്നെ കോളേജിലെത്തിയ ശേഷം നിങ്ങൾക്ക് ഉള്ള ഭയങ്കരമായിട്ട് ഹോബീസും എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളതും ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഇനി നിങ്ങൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ്, സോഷ്യൽ മീഡിയ, ഗെയിം അങ്ങനത്തെ ഒരു എടുക്കും ഞാൻ സജസ്റ്റ് ചെയ്യാൻ വെച്ചാൽ, നിങ്ങളൊരു ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്റർ ചേർന്നോ, നല്ലൊരു ഇതാണല്ലോ, ഹോസ്റ്റലിൽ ചേരുക. അപ്പോൾ എന്താ വെച്ചാൽ ബാക്കിയുള്ളവർ പഠിക്കണമെങ്കിൽ അങ്ങനെയും നിങ്ങൾ പഠിച്ചോളൂ. ഇനി ലാസ്റ്റായിട്ട് ഒരു പോയിന്റ്, ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം, ഒറ്റ പോയിന്റ് കൂടി പറയാം. നിങ്ങളെ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം നിങ്ങളെ മൈൻഡ് ഇപ്പോൾ ഭയങ്കര റിവിഷനും നിങ്ങളെ ബ്രെയിൻ വെച്ചുള്ളൊരു കളിയാണല്ലോ അത്. അപ്പോൾ നിങ്ങൾ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തിൻ്റെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യാൻ നോക്കുക. എക്സസൈസ് പറഞ്ഞാൽ ഭയങ്കര ജിമ്മിൽ പോയിട്ട് നിങ്ങൾ സ്റ്റിറോയിഡ് മുത്തിച്ച് അങ്ങനെയല്ലേ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു 30 മിനിറ്റ്സോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, അത് ഭയങ്കരമാണ്. അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ചിലർ യോഗ ചെയ്യേണ്ട, ഓക്കെ, അതിലേറൊക്കെ നല്ലത് ഞാൻ പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുക. ഭയങ്കരമായിട്ട് നിങ്ങൾ ബോറടിക്കുക വിചാരിച്ചോ,
പഠിച്ച് കുഴങ്ങി ഭയങ്കര തളർന്ന് ഇങ്ങനെ ഒരു ബ്രെയിൻ ഫോഗ് ഒക്കെ വന്നാൽ ജസ്റ്റ് എണീക്കുക, ഒരു ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കിൽ എന്ത് ചെയ്യുക, ഒരു 20-30 പുഷപ്സ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളെ ബോഡി കൂടുതൽ പമ്പ് ചെയ്യും, ഹാർട്ട് കൂടുതൽ പമ്പ് ചെയ്യുന്നുണ്ട്, ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ ബ്രെയിനിക്ക് കൂടുതൽ ഓക്സിജൻ എത്തും. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ ഫ്രഷ് ആവും. അപ്പോൾ നിങ്ങളെ എന്ത് ചെയ്യാം, ഹെൽത്തും ഭയങ്കര രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ അത്രയുള്ള വീഡിയോ. എല്ലാ എക്സ്പീരിയൻസിനോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. നിങ്ങളെല്ലാ ഇതിലും എല്ലാ ഫേസിലും ഞാൻ ഇവിടെ ഗൈഡ് ചെയ്യാനുണ്ടാവും. നിങ്ങൾക്ക് എന്താ വേണ്ടത്, കണ്ടൻസ് എന്താണ് വേണ്ടുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പറയുക. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, അതെന്താ പറഞ്ഞാൽ നമുക്ക് അതിനുള്ള സൊല്യൂഷനൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഒന്നും പേടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക, നീറ്റിന് നമുക്ക് ഒരുമിച്ച് നേടാന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനെ ഒരുമിച്ച് നേടാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.